ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സജന, ഫിറോസ്, റസൂൽ പൂക്കുറ്റി ഈ ഒരു യൂണിവേഴ്സ് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം തുടക്കം കുറിച്ചത് സജന തന്നെയാണ്. സജന ഈ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. ഇവർ 9 വീക്ക് പ്രഗ്നൻ്റ് ആണ്, അതിന് കാരണക്കാരൻ റസൂൽ പൂക്കുറ്റിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡിലീറ്റ് ആയി. അതിനുശേഷം സജന ഒരു വീഡിയോ ഇട്ടു. അതിനകത്ത് അവർ പറഞ്ഞത് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആരോ ഹാക്ക് ചെയ്തു. അങ്ങനെ ഹാക്ക് ചെയ്തവരാണ് തൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ രംഗത്ത് വന്നത്. എന്തായാലും ആ വിവാദങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങി വന്ന സമയത്താണ് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് സജനയുടെ മുൻ ഭർത്താവ്, ഇപ്പോഴും അവർ ലീഗലി ഡിവോഴ്സ് ഒന്നും അല്ല കേട്ടോ, അവർ ഈ പറയുന്ന ഫിറോസ് ഖാൻ ഒരു വീഡിയോ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഒന്നല്ല 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അതിനകത്ത് പാർട്ട് 2 സജിനയും റസൂൽ പൂക്കുറ്റിയും സജിനയുടെ മാതാവും തമ്മിലുള്ള ഒരു സംഭാഷണം അത് പുറത്തു വിട്ടു. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സജിന നിലവിൽ ഗർഭിണിയാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പ്രമാദമായിട്ടുള്ള ഓഡിയോ വെച്ചില്ലായിരുന്നു. മറ്റൊന്നുമല്ല, അത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയി, 19 മിനിറ്റ് കൂടുതലുണ്ടായിരുന്നു. എനിക്ക് അതിൽ കൂടുതൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു പാർട്ടായിട്ട് ചെയ്യാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു. ഞാനത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ അതിലൊക്കെ ഏകദേശം 1 മണിക്കൂറോളമുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് അത്ര ഒന്നും നിന്ന് സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഇതിനകത്ത് സുപ്രധാനമായിട്ടുള്ളൊരു ഓഡിയോ സംഭാഷണം, അത് ഭയങ്കര കോമഡി കേട്ടോ. ഒരു അവിഹിത ഗർഭം ഉണ്ടായി. ആ ഒരു അവിഹിത ഗർഭവുമായി ബന്ധപ്പെട്ട സംഭാഷണത്തിനിടയ്ക്ക് ഇത്രയധികം തഗ്ഗുകൾ ഞാൻ കേട്ടിട്ടേ ഇല്ല. നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേയധികം ഓഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സീരിയസ് ആയിരുന്നു. പക്ഷെ ഇത് തഗ്ഗുകൾ അങ്ങ് നിറഞ്ഞിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടുണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, നീ റസൂലിക്ക, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം. എടാ, ഇതിനകത്ത് റസൂൽ പൂക്കുറ്റി എന്ന് എങ്ങനെയാണ് സ്വന്തം ഭാര്യയോട് പറയുന്നത്? എനിക്കൊരു ഇല്ലീഗൽ റിലേഷൻ ഉണ്ട്, അതിനകത്ത് ആ പെണ്ണ് പ്രഗ്നന്റ് ആയി. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഞാൻ കള്ളവടി വെക്കാൻ പോയി, ആ പെണ്ണിന് ഇപ്പോൾ വയറ്റിലുണ്ട്, നീ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ നീ ഇത് ക്ഷമിച്ചു തരണം എന്ന് ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യയോട് എന്ന് പറയാൻ പറ്റുമോ? ആ പെണ്ണുപിള്ള ഉറപ്പായിട്ട് ഇങ്ങനെ തലയ്ക്ക് വല്ല ചെരവയ്ക്ക് ഒഴിക്കും. അതുള്ള സത്യമാണ് കേട്ടോ. അവർക്ക് എന്തൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ കാണിക്കുന്ന വെറും പിറപ്പുകൾ തന്നെയാണ്. കാരണം വീട്ടിൽ ഒരു ഭാര്യയുണ്ട്, അവർ രോഗിയാണ്. അങ്ങനെയുള്ള ആ സ്ത്രീയെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പുറകെ മുഴുവൻ ഇങ്ങനെ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിക്ക് പണി ചോദിച്ച് മേടിച്ചു എന്ന് തന്നെ പറയാം. പുള്ളി പെട്ടു. ഇനിയിപ്പോൾ ഇതിനകത്ത് തലയൂരാൻ പറ്റില്ല. കാരണം പുള്ളി തന്നെ സമ്മതിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടിയുടെ DNA ടെസ്റ്റ് എടുക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തഗ്ഗായിട്ട് എനിക്ക് തോന്നുന്നത് പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളിരിക്കുന്ന സാമാനം ഞാനെടുത്ത് കേട്ട് ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പറയുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഹണി ട്രാപ്പ് തന്നെയായി പോയി റസൂൽ പൂക്കുറ്റിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഒരു പുതിയ സൗണ്ട് എഞ്ചിനീയറിനും കൂടി നമുക്ക് കിട്ടാൻ പോവാണ്. ഒത്താലൊരു ഓസ്കാർ അവാർഡ് റസൂൽ പൂക്കുറ്റിയുടെ കുടുംബത്തിൽ നിന്ന് വീണ്ടും വരുന്നതായിരിക്കും. ഒരു സൗണ്ട് എഞ്ചിനീയർ വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇനിയിപ്പോ എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെന്നെ സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുറ്റി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ.
അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു, വളരെ ഷോക്ക്ഡോ? എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക. ഇതിനകത്ത് റസൂൽ പൂക്കുറ്റിക്കെതിരെ ഒരു വലിയൊരു ആരോപണം വന്നിരിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഇയാൾ ആ കുട്ടീനെ അബോർഷൻ ചെയ്ത് കളയാണ്ട് ആവശ്യപ്പെടുന്നുണ്ട്. അത് ലീഗലി കുറ്റകരമാണ്, അകത്ത് പോകാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. ഇതിനകത്ത് ഇയാൾ ശരിക്കും പെട്ട് കഴിഞ്ഞു. ഈ ഓഡിയോ ക്ലിപ്പുകളെല്ലാം ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ DNA ടെസ്റ്റ്, ഇയാൾ ഇത് അംഗീകരിച്ചിട്ട് DNA ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ വരും. എന്നാലും ഓസ്കാർ അവാർഡ് ജേതാവ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എത്തിയിരിക്കുകയാണ്. എന്നാലും ബാക്കിയും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ട എങ്കിൽ ആദ്യം ഒന്ന് അബോട്ട് ആയതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നു ശരി, പ്രൊട്ടക്ഷൻ എടുക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാം, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു ട്രോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നമ്മയ്ക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാ തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ ഇന്ന് പീഡിപ്പിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി. ഇതെന്തായാലും സജന പറഞ്ഞത് കാര്യമുണ്ട് കേട്ടോ. ഈ രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴേ ശബ്ദം കേൾക്കത്തുള്ളൂ. അതാണെങ്കിൽ തന്നെ രണ്ടുപേരും ഒന്നിച്ച് നിന്നാലേ ഉള്ളൂ ഒരു കുട്ടി ജനിക്കത്തുള്ളൂ. അന്നേരം അണ്ണാ ഇങ്ങനെയുള്ള കള്ളവടിയൊക്കെ വെക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ ചില രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ. അത് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും കൂടിയാണ്. അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോണ്ടം മേടിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്തുക. ഇല്ലെങ്കിൽ ഇത് കണക്ക് പെട്ടുപോകും. ഇപ്പം എന്തായാലും ഇത് തലയിലായി. ഇനിയിപ്പോൾ ചെന്ന് പെണ്ണോട് പറഞ്ഞ് കാല് പിടിക്കുക. നമ്മുടെ നിയമമൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ 2 കല്യാണം കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കുക, നിങ്ങളുടെ വൈഫിന് സമ്മതമാണെങ്കിൽ. അല്ലെങ്കിൽ ഈ കോടതി കയറി കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് ജേതാവ് നാണം കെടും. ഇപ്പം ഇത് ഫിറോസിനെ കൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യിക്കാൻ പറ്റും. എത്ര പേര് എവിടെയെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. ഇതാണെങ്കിൽ എത്ര വ്ളോഗേഴ്സ് ഇട്ട് കാണും. അതെല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇനി റിമൂവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ന്യൂസ് 18 പോലുള്ള മെയിൻ സ്ട്രീം ചാനലുകൾ വരെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും ആട്ടാപട്ടണം റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്ന ഓസ്കാർ അവാർഡ് ജേതാവ് പെട്ടു. എന്തായാലും സജനയുടെ വക ഒരു അവാർഡ് ഓൺ ദ വേ ആണ്. അതുകൂടി മേടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയെങ്കിലും ഇമാതിരി കലാപരിപാടിക്ക് എങ്ങും പോകാതിരിക്കുക. പോവുകയാണെങ്കിൽ തന്നെ ഇമാതിരി പെടൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷനും എടുത്തിട്ട് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതാണെങ്കിൽ പലതിനും ചെന്ന് പെട്ടും. അപ്പം ശരി എന്നാൽ.